ഹായ്, ഞാൻ ജയ റെജി മത്തായി. ആക്ച്വലി ഇത് മെയ് ഞങ്ങൾ നേഴ്സസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാസമാണ്. അപ്പം ഞാൻ എപ്പോഴും നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ റോൾ മോഡൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടയിൽ നിന്ന് നമ്മൾക്കും അവരെ പോലെ ആകാൻ പോസിബിൾ ആണെന്ന് തെളിയിക്കുന്ന അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റോൾ മോഡൽ ഡോക്ടർ അഞ്ജു ബിജ്ലിയാണ്. ഡോക്ടർ അഞ്ജുവിനെ പറ്റി പറയുമ്പം ഞാൻ ആദ്യം കാണുന്നത് ഞാൻ ടെക്സസ് ഹെൽത്തിൽ വർക്ക് ചെയ്യുമ്പോഴാണ്. അപ്പം നമ്മുടെ എല്ലാം മനസ്സിലൊരു നേഴ്സ് എന്ന് പറയുമ്പം നല്ല വെളുത്ത് സുന്ദരിയായിട്ട് നല്ല ചിരിയോടെ പേഷ്യൻസിനെയൊക്കെ വന്ന്, നമുക്കെല്ലാം ആഗ്രഹം അതല്ലേ, നമ്മൾ രോഗിയായിട്ട് കിടക്കുമ്പം നല്ല സുന്ദരിയായ ഒരു നേഴ്സ് നമ്മളെ വന്ന് ടേക്ക് കെയർ ചെയ്യണമെന്നല്ലേ. അപ്പം ഞാൻ അഞ്ജുവിനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് നല്ല നേഴ്സ് എന്ന് പറയുന്ന പേരിൻ്റെ പൂർണ്ണ രൂപത്തിലുള്ള ഒരാളാണല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷെ അന്നൊന്നും ഞാൻ അങ്ങനെ തുറന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. കാരണം മെറ്റേണിറ്റിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, പീഡിയാട്രിക്സിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അറിഞ്ഞു ഡോക്ടർ അഞ്ജു ആയി, അതുപോലെ തന്നെ ഒരു ബിസിനസ് ഓണറാണെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ നേഴ്സിംഗ് ലൈസൻസിൻ്റെ പവർ എന്തുമാത്രമാണെന്ന്. അത് നമ്മളെപ്പോഴും വിചാരിക്കണം, ഒരു നേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പല റോളിലും വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും ജോലി ചെയ്യും, ഞാനും എൻ്റെ കുടുംബവും. പക്ഷെ അതല്ല, ഈ നേഴ്സിംഗ് ലൈസൻസ് കൊണ്ട് നമ്മൾക്ക് മാത്രമല്ല മറ്റു പലർക്കും ജോലി കൊടുക്കാനായിട്ടൊരവസരമാണ്. അതായത് നമ്മൾക്കൊരു ബിസിനസ് ചെയ്യാൻ പറ്റും, അതിൽ നമുക്ക് ഉയരാൻ പറ്റും, മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും. അപ്പോൾ അത് ഇങ്ങനെ ഇവിടം വരെ എത്തിയ ആ കഥ നമുക്ക് ഡോക്ടർ അഞ്ജുവിൽ നിന്ന് കേൾക്കാം. അപ്പം ഞങ്ങൾക്ക് എൻ്റെ ഓഡിയൻസിന് ഇങ്ങനെയൊരു അവസരം തന്നതിന് ഒത്തിരി താങ്ക്സ്. അപ്പം ഡോക്ടർ അഞ്ജു ആയ കഥ ഒന്ന് ഞങ്ങളോട് പറയാമോ? നാട്ടിലെവിടെയായിരുന്നു, നഴ്സിംഗ് എവിടെയാണ് പഠിച്ചത്? പക്ഷേ ഞങ്ങൾക്ക് ബിസിനസ്സിനെ പറ്റി അറിയാനാണ് കൂടുതൽ താല്പര്യവും, പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് അറിയുന്നതിലും ഇഷ്ടമാണ്. താങ്ക് യു ജയ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. അഞ്ജു ബിജ്ലി. ആൻഡ് പറഞ്ഞ പോലെ തന്നെ ഞാൻ നാട്ടിൽ നിന്ന് BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു RN ലൈസൻസ് എടുത്ത് 10 years ജയ പറഞ്ഞതുപോലെ തന്നെ പീഡിയാട്രിക്സിൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞപ്പം മൈ ഹസ്ബൻഡ് ബിജ്ലി ജോർജ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഓപ്പോസിറ്റ് ഷിഫ്റ്റാണ് ജോലി ചെയ്യുന്ന, കുഞ്ഞുങ്ങളുണ്ട്. അപ്പം വി വാണ്ടഡ് ടു ഡു സംതിങ് ഡിഫറെൻറ്റ്. അപ്പം ഞങ്ങൾ അങ്ങനെ തിങ്ക് ചെയ്തു അതിനെക്കുറിച്ച്. നിങ്ങൾ എന്നാണ് അമേരിക്കയിൽ എത്തിയത്? ബിൽജാൻ എത്തിയിട്ട് 30+ years ആയി. കല്യാണം കഴിച്ചു വന്നത്. അപ്പൊ ഞങ്ങളെ പോലെയല്ല. അതായത് ഞങ്ങൾ കുറെ ഗ്രൂപ്പ് എക്സാം എഴുതി വന്നവരാ. കല്യാണം അപ്പം മിസ്റ്റർ ബിജിലി നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു, കല്യാണം കഴിച്ചു 2000 ഞാൻ വന്നത്. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വേറെ എന്ത് ചെയ്യാമെന്ന് ഇങ്ങനെ തിങ്ക് ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴാണ് ഞങ്ങൾ ഹോം ഹെൽത്ത് സർവീസ് തുടങ്ങുക. അതൊരു സർവീസ് പോവാം, അഗെയിൻ നമ്മളൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആ ഒരു രീതിയിൽ ചെയ്യാനായിട്ടുള്ള പ്ലാൻ ചെയ്തു. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ ആ രീതിയിലുള്ള ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഹോസ്പിസിനെ കുറിച്ച് തിങ്ക് ചെയ്തു. അത് നമ്മൾ കൂടുതലും മോർ സർവീസ് ഓറിയൻറ്റഡ്, ടെർമിനലി ഇൽ പേഷ്യൻസിനെ ആ ഒരു കംഫർട്ട് കെയറും സിംറ്റം മാനേജ്മെൻറ്റുമാണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിലും കൂടെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും ട്രൈ ചെയ്തു. ബൈ ഗോഡ്സ് ഗ്രേസ് നമുക്ക് ആ ഒരു സർവീസ് ചെയ്യുന്നതിനും ഒക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. താങ്ക് യു ജീസസ് ഫോർ ദാറ്റ്. പിന്നെ പറഞ്ഞു അതുകൊണ്ട് ഹോം ഹെൽത്തിലും ഹോസ്പിസിലുമാണ് ഇപ്പം ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. മെയിൻ ടൈമിൽ തന്നെ അപ്പം ഞാൻ ബാച്ചിലേഴ്സ് നാട്ടിൽ നിന്ന് വന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മാസ്റ്റേഴ്സ് എടുത്തു. 2013 മാസ്റ്റേഴ്സ് എടുത്തു. അത് കഴിഞ്ഞിട്ട് DNP എടുത്തു. അപ്പം രണ്ടും ഗ്രാൻഡ് കാനിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എടുത്തത്. നല്ല യൂണിവേഴ്സിറ്റിയാണ്. അത് ഈ അവസരത്തിൽ പറയാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു അവസരങ്ങൾ അമേരിക്കയിൽ അതിനൊക്കെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസും പിന്നെ മൈ ഹസ്ബൻഡ്സ് സപ്പോർട്ട് ബിഹൈൻഡ് ദാറ്റ്. അതിന് പറയാനായിട്ട് വാക്കുകളില്ല. അത്ര ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇത് പഠിക്കാൻ തന്നെ തീരുമാനിച്ചത്. കാരണം നാട്ടിൽ നിന്ന് വന്നപ്പോഴേ ഇനി ഞാൻ പഠിത്തമില്ലെന്ന് തീരുമാനിച്ചത്. പക്ഷേ ഹസ്ബൻഡിൻ്റെ ആ ഒരു പുഷും സപ്പോർട്ടും നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അന്ന് ഞാൻ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തെങ്കിലും ഇന്ന് ഐ എം സോ താങ്ക്ഫുൾ ടു ഹിം. റിയലി അപ്രീഷിയേറ്റ് ഹിസ് സപ്പോർട്ട് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട് ആൻഡ് ഫോർ സപ്പോർട്ടിങ് മീ ഫോർ എവറിത്തിങ്. പിന്നെ ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളാണ്. മോള് ഗ്രാജുവേറ്റ് ചെയ്തു, മോൻ 3rd year കോളേജിൽ. ഇപ്പം ബിസിനസ് ചെയ്തു ഞങ്ങൾ. അതാണ് ഞങ്ങളുടെ ഒരു സോഫാറുള്ള ഒരു ലൈഫ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിങ്ങനെ ഹോം ഹെൽത്ത് ഇവിടെ വന്ന് നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഹോം ഹെൽത്തിനെ പറ്റി ആരെങ്കിലും ഒരു ഐഡിയ എവിടെ നിന്നാണ് കിട്ടിയത്?
നമുക്ക് ഹോം ഹെൽത്തിനെ കുറിച്ച് ഇപ്പം ഓൺലൈനിൽ തന്നെ നമുക്ക് ഉണ്ട്, സ്റ്റേറ്റിൻ്റെ സൈറ്റൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് കൺസൾട്ടൻസിനെ നമുക്ക് ഹയർ ചെയ്ത് അവരുടെ നല്ല ഇൻഫർമേഷൻസ് എടുക്കാം. പിന്നെ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ഹോം ഹെൽത്ത് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ഏരിയാസിൽ നിന്നുള്ള ഐഡിയാസും അതുപോലുള്ള നമ്മൾ ചെയ്യേണ്ട ലീഗൽ കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ലേൺ ചെയ്ത് ആ ഒരു രീതിയിലാണ് സ്റ്റെപ്പ് ചെയ്ത്. മെയിൻലി കൺസൾട്ടൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു ട്രെയിനിങ്ങും ആ നോളജും ആണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ എനിക്ക് ഹോം ഹെൽത്ത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൺസൾട്ടൻസ് ഉണ്ട്, അവരെ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ അവർ നമുക്ക് അതിൻ്റെ ലീഗൽ ഫോർമാറ്റും എന്തൊക്കെയാണ് കാര്യങ്ങൾ, എന്തൊക്കെ പേപ്പർ വർക്കാണ്, എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. സാധാരണ ഇങ്ങനെ ഹോം ഹെൽത്ത് നമ്മൾ ആരുടെയെന്നെങ്കിലും മേടിക്കുവാണോ? ഇതെങ്ങനെയാണ്? അത് ലൈസൻസാണ് ബൈയിങ് ഒക്കെ. പക്ഷെ നമ്മൾ ആ സർവീസും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ മെയിൻലി ലൈസൻസിൻ്റെ കാര്യങ്ങളെല്ലാം ആ നേഴ്സിൻ്റെ ലൈസൻസിലാണ്. അപ്പം നമുക്ക് അതിനെക്കുറിച്ചൊരു നോളജ് ഉണ്ടായിരിക്കണം. ആ ഒരു ഹോം ഹെൽത്ത് സർവീസ് ഈസ് എൻ്റർലി ഡിഫറെൻറ്റ്. നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന ആ ഒരു രീതിയല്ല. ഹോം ഹെൽത്ത് സർവീസ് ഹോം ബേസ്ഡ് പേഷ്യൻസിനെ ടേക്ക് കെയർ ചെയ്യുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നിങ്ങൾ ഈ ഹോം ഹെൽത്തിൽ എങ്ങനെയാണ് കെയർ കൊടുക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണ് പേഷ്യൻറ്റിനെ കിട്ടുന്നത്, അതൊക്കെ ഒന്ന് പറയാമോ? ഇപ്പം ലൈസൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ നമ്മുടെ നേഴ്സിംഗ് ലൈസൻസ് തന്നെ ഇനഫാണ്, നമുക്ക് ഹോം ഹെൽത്ത് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ പിന്നെ വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെ കൺസൾട്ടൻസിനെ ഹയർ ചെയ്ത് അവര് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതിന്റെ ലീഗൽ ഫോർമാറ്റും അതൊക്കെ നമുക്ക് പറഞ്ഞു തരും, പേപ്പർ വർക്കിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ഹോം ഹെൽത്ത് നടത്തുന്ന നഴ്സസ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ നമുക്ക് ഹെൽപ്പ് അപ്രോച്ച് ചെയ്യാം. പിന്നെ അത് കഴിയുമ്പം നമ്മൾ പേഷ്യൻസിനെ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോം ബേസ്ഡ് കെയർ ആണ്. സെയിം ലൈക്ക് ദാറ്റ് നമുക്ക് ഡോക്ടേഴ്സ് ഓർഡേഴ്സ് ഹോസ്പിറ്റൽസിൽ നിന്നും അതുപോലെ ക്ലിനിക്സിൽ നിന്നും whenever they need a home health service, like ഒരു സർജറി കഴിഞ്ഞ ഒരു പേഷ്യൻ്റ് പോസ്റ്റ് ഓഫ് പോകുമ്പോഴത്തേനും ഒരു തെറപ്പി അല്ലെങ്കിൽ മെഡിക്കേഷൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹോം ഹെൽത്ത് എയ്ഡിനെ വിടാം, അവർക്ക് ഷവറും അതുപോലെ പേഴ്സണൽ കെയർ നീഡ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടെങ്കിൽ അപ്പം അപ്രോപ്രിയേറ്റ് നീഡ് ഉള്ള പേഷ്യൻസിനെ ഡോക്ടേഴ്സ് ഫ്രം ഹോസ്പിറ്റൽ ഇതുപോലെ പോസ്റ്റ് ഓഫും അല്ലെങ്കിൽ തന്നെ പോസ്റ്റ് ഡിസ്ചാർജ് ഫ്രം ഹോസ്പിറ്റലും പിന്നെ ക്ലിനിക്സിൽ നിന്നും ഒക്കെ ആണ് ഡോക്ടേഴ്സാണ് റെഫറൽ തരുന്നത്. അപ്പോൾ ആ റെഫറൽസ് നമുക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഡിഒന്നത് കോർഡിനേറ്റ് ചെയ്തിട്ട് സ്റ്റാഫിനെ വിടും. അപ്പം നമ്മൾ മോസ്റ്റ്ലി ഡോക്യുമെൻറ്റേഷൻ ആർ ഇൻ സോഫ്റ്റ്വെയർ. അപ്പം നമ്മൾ ഈ സ്കെഡ്യൂളിംഗ് എല്ലാം അതിനകത്ത് തന്നെ ചെയ്തിട്ട് ഓരോ സ്റ്റാഫിനെ നമ്മൾ നോട്ടിഫൈ ചെയ്യും. ആ രീതിയിൽ സൂപ്പർവിഷനും എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ എവറിത്തിങ് നമ്മൾ സെറ്റിങ്സ് ഡിഫറെൻ്റ് ആണെന്നേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പോലെ തന്നെ വി ആർ ഡൂയിങ് ദാറ്റ് കൈൻഡ് ഓഫ് കെയർ ഫോർ ദ പേഷ്യൻറ്റ്. ഇറ്റ്സ് അറ്റ് ഹോം. അപ്പോൾ ഹോം ബേസ്ഡ് സർവീസ് ആൻഡ് കെയർ. ഓക്കെ. അപ്പൊ അവർക്ക് അവരുടെ സ്വന്തം വീട്ടിൽ തന്നെ ഹോസ്പിറ്റലിൽ കിട്ടുന്ന പോലത്തെ കെയർ കിട്ടും. തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഏതെല്ലാം സ്റ്റാഫ്സ് അവൈലബിൾ, നേഴ്സസ്, പിന്നെ വേറെ ഏതെല്ലാം സ്റ്റാഫാ ഉള്ളത്? നമുക്ക് നേഴ്സ് ഉണ്ട്, ഹോം ഹെൽത്ത് എയ്ഡ് ഉണ്ട്, തെറപ്പി, സ്പീച്ച്, OT, PT, ST, സ്പീച്ച് തെറാപ്പി, OT and PT, സോഷ്യൽ വർക്കർ ഇഫ് ദർ ഈസ് എ നീഡ് അത് നമുക്ക് വിടണം. അതാണ് അത്രയുമാണ് മെയിനായിട്ടുള്ള കെയറുകൾ നമുക്കുള്ളത്. ഡയറ്റീഷ്യൻ ഇഫ് ദർ ഈസ് എ നീഡ് ഫോർ ഡയറ്ററി നീഡ് ഉണ്ടെങ്കിൽ വി ഹാവ് ടു സെൻഡ് എ ഡയറ്റീഷ്യൻ ഫോർ ഇവാലുവേഷൻ. അപ്പം ഇറ്റ്സ് ഓൾ ബേസ്ഡ് ഓൺ ഡോക്ടേഴ്സ് ഓർഡർ. എല്ലാം നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും വി നീഡ് എ ഡോക്ടേഴ്സ് ഓർഡർ ഫോർ ദാറ്റ്. അപ്പൊ നമുക്ക് ഡോക്ടേഴ്സും ഉണ്ടോ? ഹോം വിസിറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ടോ? അത് നമുക്ക് ആവശ്യമില്ല. ഫേസ് ടു ഫേസ് എല്ലാം അവരുടെ പ്രൈമറി ഡോക്ടർ തന്നെ ചെയ്തു എല്ലാം ചെയ്യും. നമ്മള് ആ ഡോക്ടറുടെ ഓർഡർ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി അപ്പൊ ഊൺ കെയർ ഉണ്ട്, ഊൺ കെയറിന് ആൾക്കാർ, പിന്നെ അതുപോലെ തന്നെ അവർക്ക് ടോട്ടൽ കെയർ വേണ്ടെങ്കിൽ ബേത്തിങ് അതൊക്കെ വേണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള ആൾക്കാർ. അങ്ങനെ എല്ലാം ഈവൻ ഏത് കാര്യത്തിനാണേലും ഇപ്പൊ ഹോം ഹെൽത്ത് എയ്ഡിനെ വിടണം. ഇപ്പൊ ഇനിഷ്യലി ഹോം ഹെൽത്ത് എയ്ഡ് ഇല്ല അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു നീഡ് ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാം വി ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ഡോക്ടർ ആൻഡ് ഗെറ്റ് ദ ഓർഡർ. എല്ലാം എന്ത് നമ്മൾ ചെയ്താലും ആ ഓർഡർ ഷുഡ് ബി ദേർ. ഓർഡർ ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഡോക്ടർ, ആ ഡോക്ടറിന്റെ ഓർഡർ ജസ്റ്റ് വി ആർ ക്യാരിങ് ഔട്ട് ചെയ്യുവാണ്. അപ്പം നിങ്ങൾക്ക് എത്ര എംപ്ലോയീസ് ഉണ്ട്? നമുക്ക് ഞാനിതാ പറയാം, നമുക്ക് ഓരോ ഡിസിപ്ലിനിലും നമുക്ക് നമ്പർ ഓഫ് പേഷ്യൻസ് അനുസരിച്ച് നമ്മൾ സ്റ്റാഫിനെ ഹയർ ചെയ്യും. അല്ല, നിങ്ങൾക്ക് അങ്ങനെ ഫുൾ ടൈം എംപ്ലോയീസ് ഉണ്ടോ? ഫുൾ ടൈം എംപ്ലോയീസ് ഉണ്ട്, പാർട്ട് ടൈം എംപ്ലോയീസ് ഉണ്ട്. അല്ല, നിങ്ങളുടെ തന്നെ ഓൺ എംപ്ലോയീസ് ഉണ്ട് നിങ്ങൾക്ക്? ഉണ്ട്. നമ്മൾ ഹയർ ചെയ്യണം. ഫുൾ ടൈം എടുക്കാം, പാർട്ട് ടൈം എടുക്കാം. അവരെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഓരോ പേഷ്യന്റിന്റെയും ആവശ്യം അനുസരിച്ച് അവർക്ക് കെയർ കൊടുക്കുന്നത്. ഓക്കെ. അങ്ങനെ ഹോം ഹെൽത്ത് നന്നായിട്ട് പോകുന്നു. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് ഹോസ്പിസിന്റെ കാര്യം പറഞ്ഞത്. നമ്മളിപ്പോൾ കേട്ടത് ഡോക്ടർ അഞ്ജുവിൻ്റെ ഹോം ഹെൽത്ത് വിശേഷങ്ങളാണ്. ഇനി നമ്മൾക്ക് ഹോസ്പിസിൻ്റെ വിശേഷങ്ങൾ കേൾക്കാം. അപ്പം ഞാനിവിടെ വന്ന് സംസാരിച്ചപ്പോൾ ഡോക്ടർ അഞ്ജു പറഞ്ഞു, ഹോം ഹെൽത്തിൽ പോയപ്പോൾ പല രോഗികളും അവരുടെ വേദനകൾ, അവരുടെ ദുഃഖങ്ങൾ, പ്രയാസങ്ങളൊക്കെ അങ്ങ് ഒരു പരിധിയിൽ
കൂടുതൽ അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവരങ്ങ് സഹിക്കുവാണ്. കാരണം ഹോം ഹെൽത്തിൽ നമ്മൾ പോകുക, കെയർ കൊടുക്കുക, തിരിച്ചു വരിക. ഒരു 24 hours മോണിറ്ററിങ് ഉണ്ടെങ്കിലും 24 hours ആൾക്കാരില്ല. ഹോസ്പീസ് ആകുമ്പോഴത്തേക്ക് അവരുടെ ഒരു ടോട്ടലായിട്ട്, അതായത് ഈ ഹോസ്പീസിൽ വരുന്ന പേഷ്യൻസ് ടെർമിനലി ഇല്ല് ഒരുവിധപ്പെട്ട എല്ലാ രോഗികളും. അങ്ങനെയുള്ള പേഷ്യൻറ്റിനെ കണ്ടപ്പോഴാണ് ഡോക്ടർ അഞ്ജു ഇങ്ങനെയൊരു സംരംഭത്തിന് തുടക്കമിട്ടത്. അപ്പോൾ ആ ഹോസ്പീസിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമോ? തീർച്ചയായും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഹോം ഹെൽത്ത് നമ്മൾ പേഷ്യൻറ്റിനെ ബെറ്റർ ആക്കിയിട്ട് ആ ഒരു രീതിയിലോട്ട് അവരെ ബെറ്റർ ആക്കുന്ന ഒരു ഡയറക്ഷനാണ്. അപ്പം നമുക്ക് ഈ ആ സർവീസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു പെയിൻ മാനേജ്മെൻ്റ് ഒക്കെ ചെയ്യുന്നതിന് അതിനൊരു കുറച്ച് പേഷ്യൻ്റെ ആ ഒരു ടെർമിനൽ ഇല്ലിലോട്ട് ഡൗണിലോട്ട് പോവുകയോ അല്ലെങ്കിൽ ആ പെയിൻ മാനേജ്മെൻറ്റിൻ്റെ കൺട്രോൾ ഇല്ലാതെ വരികയോ സിംറ്റം മാനേജ്മെൻറ്റ് ഇല്ലാതെ വരികയോ ഈ പറഞ്ഞ പോലെ സൈക്കോ സോഷ്യൽ ഇമോഷണൽ സ്പിരിച്വൽ നീഡ്സൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ലാക്കിങ് മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങളിങ്ങനെ വിചാരിച്ചു വി നീഡ് ടു ഡു സംതിങ് ഡിഫറെൻറ്റ്. അപ്പോൾ ആ സമയത്താണ് വീണ്ടും ഇങ്ങനൊരു ഞങ്ങൾ സംസാരിക്കുകയും അതിനെക്കുറിച്ചുള്ള റിസർച്ചുകൾ നടത്തുകയും പഠിക്കുകയും ഒക്കെ ചെയ്തപ്പം ഹോസ്പീസ് എന്ന ഒരു സർവീസിനെ കുറിച്ച് മനസ്സിലാക്കുകയും, അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ബിഗിനിങ്ങിൽ നമ്മൾ കുറേ ചാരിറ്റി സർവീസസ് ചെയ്യണം. ബിക്കോസ് ആ മെഡിക്കെയറിനെ വി ഹാവ് ടു ഷോ വി ആർ എലിജിബിൾ ആൻഡ് വി ആർ ഓക്കെ ടു ഡു ഓൾ ദീസ് തിങ്സ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി നമ്മൾ കുറേ ചാരിറ്റി ഹോസ്പീസ് സർവീസസ് ചെയ്തു. അതെന്ന് പറഞ്ഞാൽ ഒട്ടും ഫണ്ടിങ് ഇല്ലാത്ത ആളുകളെ അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഇവർക്ക് ഈ ഹോസ്പീസ് സർവീസ് കിട്ടാനായിട്ടുള്ള ഫണ്ടിങ് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഈ സർവീസ് ഒരിക്കലും കിട്ടത്തില്ല. അപ്പോൾ ആ പേഷ്യൻസിന് നമ്മൾ ഈ സർവീസ് കൊടുത്തപ്പോഴത്തേനുള്ള അവരുടെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡും അവരുടെ ഫീലിങ്സ് അതൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് വിറ്റ്നസ് ചെയ്യാനായിട്ട് പറ്റിയപ്പോഴത്തേന് എനിക്ക് ഹോസ്പീസിനോട് ശരിക്കും പറഞ്ഞ നേരത്തെ ഒക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഈ ഡെത്തൊക്കെ ഒന്ന് കേൾക്കുമ്പോഴേ ആ ഒരു ഫീലായിരുന്നു. പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ വരികയും ചാരിറ്റി സർവീസസ് ചെയ്തപ്പോഴത്തേന് ഞാൻ പേഴ്സണലി ഞാൻ തന്നെ പോവുകയും അത് വിറ്റ്നസ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് കൊണ്ട് ആ സമയത്താണ് ശരിക്കും ഈ ഹോസ്പീസ് ശരിക്കും ഒരു പാഷൻ പോലെ ഹോം ഹെൽത്തിനെക്കാട്ടി എനിക്ക് ആ ഹോസ്പീസ് ചെയ്യുന്നതിലുള്ള ആ സമയത്തെ ആ ഒരു നീഡ് മീറ്റ് ചെയ്യുന്നതും ഒക്കെ ഒരു ഭയങ്കര, നമ്മൾ എത്ര അറിയാവുന്ന ആളുകളാണെന്ന് പറഞ്ഞാലും ദാറ്റ് ടൈമിൽ ഒരു ഗോ ത്രൂ ചെയ്യുമ്പോൾ ഒരു കംഫർട്ടും ഒക്കെ നമ്മൾ ചെയ്യേണ്ട സർവീസസ് ഭയങ്കര വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഹോസ്പീസ് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു പാഷൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് നമ്മൾ ഹോം ഹെൽത്തിൽ നിന്നുകൊണ്ട് തന്നെ ഹോസ്പീസ് തുടങ്ങാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ കുറേ ചാരിറ്റി ആയിട്ട് പൂർ പേഷ്യൻസിന് അങ്ങ് ഹോസ്പീസ് കെയർ പ്രൊവൈഡ് ചെയ്തു. അത് അതിന്റെ പാട്ടായിരുന്നു. ഹോസ്പീസ് തുടങ്ങാനായിട്ട് ഗവൺമെന്റ് റിക്വയർമെന്റ് ആയിരുന്നു. തുടങ്ങുന്നതിനുള്ള ഒരു റിക്വയർമെന്റ്. പക്ഷെ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ മിനിമം നമ്പറും ചെയ്യാം. പക്ഷെ ഞാനൊക്കെ ഒത്തിരി ചാരിറ്റി ചെയ്തിട്ടുണ്ട്. കാരണം അത് ചെയ്തപ്പോൾ അതിനുള്ള ഇൻട്രസ്റ്റ്. അപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല, നിങ്ങൾക്ക് പോയി കാണാം. ഞാൻ അമേരിക്കയിലെ ഒരു ഫ്യൂണറൽ സർവീസ് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് നമ്മളൊരു വിശ്വാസികളല്ലേ, നമ്മൾക്ക് ഹോം കമ്മിങ്ങും ഹോം ഗോയിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മുടെ ആ അന്ത്യനിമിഷങ്ങളിൽ ഏറ്റവും സമാധാനപരമായിട്ടും സന്തോഷകരമായിട്ടും പോകണമെന്നല്ലേ നമ്മുടെ ആഗ്രഹം. അപ്പം അതിനൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് ശരിയാണ്, അതൊരു നല്ലൊരു ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പം അത് ചാരിറ്റി വഴി നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞപ്പം ശരി, ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും മരണമെന്ന് കേൾക്കുമ്പോൾ ഒരു പേടിയാണ്. പക്ഷെ അപ്പൊ ഞാൻ പറയുവാണെങ്കിൽ, പേഴ്സണലായിട്ട് പറയുവാണെങ്കിൽ, എൻ്റെ ഒരു ഡ്രീം ആണ് ഒരു റിസർച്ച് ഒക്കെ നടത്തണമെന്നൊക്കെ. ക്യാൻസർ അതേ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു തുടക്കത്തിൽ. പക്ഷെ ഞാൻ ക്യാൻസർ വാർഡിൽ വർക്ക് ചെയ്തപ്പം പേഷ്യൻസ് മരിച്ചു പോകുന്നത് എനിക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു. അങ്ങനെയാണ് ഞാൻ കാർഡിയാക്കിലോട്ടും പിന്നെ സൈക്കിലോട്ടും മാറിയത്. പക്ഷെ ഇപ്പം ഡോക്ടർ അഞ്ജു പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തന്നെ ഐ റെസ്പെക്ട് യു. പക്ഷെ കാരണം അങ്ങനെ ഒരു തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. അത് പക്ഷെ ഇപ്പൊ പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുവാണ്, ശരിയാണ്, നമ്മളല്ലാതെ നമ്മൾ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ഒരു കൈത്താങ്ങ് കൊടുക്കേണ്ട അവസരമല്ല ഇത്. പക്ഷെ ചില സമയത്ത് ഫാമിലി പോലും സമയത്ത് കാണത്തില്ല. പക്ഷെ നമ്മുടെ കയ്യിലും നമ്മുടെ സാമീപ്യത്തിലാണ് ഇവര് മറ്റൊരു നമ്മൾ വിചാരിക്കുന്ന ഹോം ഗോയിങ്. അങ്ങനെ ഒരു അവസരം നമ്മൾ കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പൊ അങ്ങനെ ചാരിറ്റിയിൽ തുടങ്ങി ഇപ്പോൾ ഹോസ്പീസ് നടത്തുന്നുണ്ട്. അപ്പം ഇപ്പൊ എനിക്കറിയാം അൺലിമിറ്റഡ് ആയിരിക്കും എന്നാലും ഏകദേശം എത്ര രോഗികളെയൊക്കെ ഹോസ്പീസ് വഴി കടന്നു പോയിട്ടുണ്ട്? സെവറൽ പോയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ചാരിറ്റിയും ഒത്തിരി ചെയ്തിട്ടുണ്ട്. അതുപോലെ അല്ലാതെ തന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ്
ഡയഗ്നോസിസ്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ, ഡിഫറെന്റ് അല്ല, അപ്പൊ മേജർ ഡയഗ്നോസിസ് എന്തുവായിരുന്നു കൂടുതലായിട്ട്? ക്യാൻസർ ഒക്കെ, Cancer ആയിരുന്നു ക്യാൻസർ കൂടുതൽ. പേഷ്യൻ, ഡിഫറെന്റ് കൈൻഡ് ഓഫ് ക്യാൻസേഴ്സ് ഉണ്ട്, CHF ഉണ്ട്, കിഡ്നി ഫെയിലിയർ, അങ്ങനെയുള്ള എല്ലാ ഡയഗ്നോസിസുകളും നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ നേരത്തെ ജയ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽ 24/7 സർവീസ് ആണ്. അപ്പൊ നമ്മൾ അവർക്ക് എന്ത് നീഡ് 24/7 നൈറ്റ് ഡേ നോ മാറ്റർ വാട്ട് അവരെപ്പം വിളിച്ചാലും നമ്മൾ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ സ്റ്റാഫിന് എപ്പോഴും നമുക്കൊരു ഓൺ കോൾ നേഴ്സ് കാണും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒന്നെങ്കിൽ ഫോണിൽ കൂടെ ഉള്ള അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ വി ഹാവ് ടു മേക്ക് എ വിസിറ്റ്. അപ്പം നമുക്ക് നേഴ്സസ് എപ്പോഴും 24/7 ഷുഡ് ബി ആൻ ഓൺ കോൾ നേഴ്സ്. എൻ്റെ ഹോസ്പിസിനെ പറ്റിയുള്ള നോളജ് ലിമിറ്റഡ് ആണ്, അതുകൊണ്ട് ചോദിക്കുക. അപ്പൊ ഹോസ്പീസിൽ വീട്ടിൽ തന്നെയാണോ അതോ നഴ്സിംഗ് ഹോമിന്റെ പാർട്ടായിട്ട്? അല്ല, ഇത് അതുപോലെ തന്നെ ഹോസ്പിസ് നമ്മൾ ചെയ്യുന്നത് ഹോം ബേസ്ഡ് ഹോസ്പിസ് സർവീസ്. അപ്പൊ ഈ പേഷ്യൻസിന് ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിൽ വെച്ച് അല്ലെങ്കിൽ ക്ലിനിക്കിൽ ചെല്ലുമ്പോൾ ഒരു കീമോ നടത്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോർ എക്സാമ്പിൾ ഒരു കീമോ എടുത്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻറ്റ് കീമോ എല്ലാം എടുത്തു കഴിഞ്ഞു, അവരൊരു സ്റ്റേജ് റീച്ച് ചെയ്യും, ഇനിയും കീമോ എഫക്റ്റീവ് അല്ല, നോ മോർ ട്രീറ്റ്മെൻറ്റ്സ്. അപ്പോൾ ആ ഒരു കാര്യം ഡോക്ടർ പറഞ്ഞു കഴിയുമ്പോഴത്തേന് ഐ ഹാവ് ടു മേക്ക് എ ഡിസിഷൻ. അപ്പം മോസ്റ്റ് ഓഫ് ദി പേഷ്യൻസ് പറയാം എനിക്ക് വീട്ടിൽ തന്നെ മതി, ഹോസ്പിറ്റൽ ചിലര് ഹോസ്പിറ്റലിലായിരിക്കും, പക്ഷെ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ പറയും നമുക്ക് ആ ഒരു ലാസ്റ്റ് ഡേയ്സ് വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യണം. അപ്പം അങ്ങനെയുള്ള ഒരു ഓപ്ഷനാണ് നമ്മുടെ ഹോം ബേസ്ഡ് ഹോസ്പിസ് സർവീസ്. അപ്പം നമുക്ക് ഡോക്ടർ ഓർഡർ തരും, ഇതുപോലെ സ്റ്റാഫിനെ എല്ലാം അങ്ങോട്ട് വിടുകയും സ്റ്റാഫ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രോപ്പർ കെയർസ് ബേസ്ഡ് ഓൺ ഡോക്ടേഴ്സ് ഓർഡർ. അപ്പം നമുക്ക് ഇൻ ഹൗസ് തന്നെ ഡോക്ടറുണ്ട്. അപ്പം എല്ലാം ഡോക്ടറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ്. അതുപോലെ നമ്മൾ പറഞ്ഞല്ലോ ഒരു ടീം ഓഫ് ഡിസിപ്ലിൻസ് ആർ ദെയർ. അപ്പം ഇന്റർ ഡിസിപ്ലിനറി ടീം എന്ന് പറഞ്ഞ IDT എപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ IDT നമ്മൾ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എവറിത്തിങ് ദേ ഹാവ് ടു നോ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രോപ്പർ ക്യാരിങ് ഔട്ട് ദ ഓർഡേഴ്സ് ആണ് പേഷ്യന്റ് കെയറിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇഫ് ഇറ്റ് ഈസ് നീഡഡ് അവിടെ 24 hours സ്റ്റാഫിനെ വേണമെങ്കിൽ വെക്കുമോ? അത് ലാസ്റ്റ് സ്റ്റേജ് വരുമ്പോഴത്തേന് നമ്മൾ ക്രൈസിസ് മാനേജ്മെന്റ് എന്നും പറഞ്ഞ്, അപ്പോൾ ആ ഒരു ക്രൈസിസ് ഉണ്ടെങ്കിൽ മാത്രം, അപ്പോൾ ആ ഒരു ഷോർട്ട് ടൈം ലിമിറ്റിൽ അപ്പോൾ 24 hours പേഷ്യൻ്റ് സ്റ്റാഫ് ഉണ്ടായിരിക്കും അവിടെ. അപ്പം ആ ക്രൈസിസ് ക്രൈസിസ് വിൽ ഗോ അവേ, അല്ലെങ്കിൽ പേഷ്യൻ്റ് വിൽ പീസ്ഫുള്ളി ഗോ. അപ്പോൾ ആ ഒരു രണ്ട് സ്റ്റേജിന് അല്ലാതെ നമ്മൾ ഒത്തിരി മുന്നോട്ട് ക്രൈസിസ് മാനേജ്മെന്റ് നടത്താൻ പറ്റത്തില്ല. either one or other have to happen. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഈ ഒരു പെയിൻ മാനേജ്മെന്റ് ഒക്കെ നടത്തുമ്പം കൂടുതലായിട്ട് ഹോസ്പിസ് പേഷ്യൻസിന് നമ്മൾ IV കൊടുക്കാറില്ല. ഇല്ല, നമ്മൾ IV ഇല്ല, എല്ലാം ഓറലി മാത്രമേ ഉള്ളൂ. അപ്പൊ ഓറലുണ്ട്, പിന്നെ പാച്ചസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ swallow ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് പാച്ചസ്, പിന്നെ ജെൽസ്, അപ്പൊ ആ രീതിയിലൊക്കെ ഉള്ള എല്ലാം ഡോക്ടറിന്റെ ഓർഡറിൽ ഞാൻ പറഞ്ഞല്ലോ. ഈവൻ ഒരു നമ്മൾ എന്തൊരു ടൈലിനോൾ കൊടുക്കണമെങ്കിലും വി ഹാവ് ടു ഹാവ് ഓർഡർ. അപ്പോൾ സെറ്റിംഗ്സ് ഡിഫറെന്റ് ആണെന്നേ ഉള്ളൂ. നമ്മൾ ഹോസ്പിറ്റലാണെങ്കിലും ഒന്നും ഡോക്ടേഴ്സ് ഓർഡർ ഇല്ലാതെ ചെയ്യത്തില്ല. സെയിം ലൈക്ക് ദാറ്റ്. നമ്മൾ ഹോം ബേസ്ഡ്. അപ്പോൾ ആ പേഷ്യന്റിന് ഹോമിൽ ഇരിക്കാനുള്ള, നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു കംഫർട്ടും ആ ഒരു ഫീലും ആ ഒരു സേഫ്റ്റിയും എല്ലാം അവർക്ക് ഫീൽ ചെയ്തുകൊണ്ട്, ബട്ട് സ്റ്റിൽ സെയിം ടൈം they are getting that same exact care they are getting from hospital. അതിനും നമുക്ക് ഹോസ്പിസിലും സെയിം തന്നെ ഇന്റർ ഡിസിപ്ലിനറി ടീം മെമ്പേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സും നഴ്സസും എയ്ഡും എല്ലാവരും. അപ്പൊ ഈ സെയിം സ്റ്റാഫ് ആണോ രണ്ട് സ്ഥലത്ത്, ഹോം ഹെൽത്തിലും ഹോസ്പിസിലും? ഹോം ഹെൽത്തിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഹോസ്പിസിൽ നമുക്ക് ആ ഒരു ഇന്റർ ഡിസിപ്ലിനറി ടീം എന്ന് പറഞ്ഞാൽ every 2 weeks നമ്മൾ മീറ്റിംഗും അല്ല, അതൊരു വേറൊരു ടീമാ. ഹോസ്പിസിന്റെ അങ്ങനെ എല്ലാ രീതിയിലും PRN മതി, അവർക്ക് IDT മീറ്റിംഗ് അങ്ങനത്തെ ഒന്നുമില്ല. ദാറ്റ്സ് ഡിഫറെന്റ്. ഡോക്ടർ ഇൻ ഹൗസ് ആവശ്യമില്ല. മറ്റേ നമുക്ക് നമ്മുടെ ടീമിൽ തന്നെ ഹാവ് ടു ഹാവ്, അതൊരു മസ്റ്റാ ഡോക്ടർ വേണമെന്നുള്ള കാര്യം. അപ്പൊ അങ്ങനെയാണ് നടക്കുന്നത്. അപ്പൊ ഇതില് ഇപ്പൊ നമ്മൾ ഹോസ്പീസും ഹോം ഹെൽത്തും കൂടെ പറയുമ്പം ഇതില് അഞ്ജുവിന് ഏറ്റവും നന്നായിട്ട് തോന്നുന്നത് അതോ രണ്ടും അവിഭാജ്യ ഘടകമാണോ? രണ്ടും എനിക്ക് ഇഷ്ടമാണ്. അതാ ഞാൻ പറഞ്ഞു, 2 different kind of സർവീസ്. മറ്റേ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന് നമ്മള് വെല്ലായിട്ട് അവരെ ഗെറ്റ് വെൽ ആക്കുന്ന ഒരു രീതി നോർമൽ ലൈഫിൽ. മറ്റേന്ന് പറഞ്ഞാൽ ആ ഒരു ക്രൂഷ്യൽ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല, ഇനി എനിക്ക് ട്രീറ്റ്മെന്റ് ഇല്ല എന്നറിഞ്ഞിട്ട് ആ ഫാമിലിയുടെയും ആ പേഷ്യന്റിന്റെ എല്ലാം ഒരു മെന്റൽ കണ്ടീഷൻ, മെന്റൽ ഫിസിക്കൽ സ്പിരിച്വൽ ആ ഒരു എല്ലാ ഒരു കമ്പൈൻഡ് കെയറിന്റെ ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. അപ്പൊ രണ്ട് ഡയറക്ഷനാണ്. രണ്ടും ഹാപ്പിനെസ് തന്നെ. ഒരാള് ഗോ ബാക്ക് ടു നോർമൽ ലൈഫ് ഹാപ്പിനെസ്, മറ്റേത് ഗോ ബാക്ക് ടു ദ
we say go back to home, that also yeah. അത് എല്ലാ ഫാമിലിനെയും അത് ഇച്ചിരി കൂടെ ഹാർഡ് ആണ്. വെരി ഹാർഡ്, ഭയങ്കര ഇച്ചിരി ഹാർഡ് സിറ്റുവേഷനാണ്. പക്ഷെ അത് ഗോ ത്രൂ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു നമ്മുടെ ഒരു സപ്പോർട്ട് അത് ഭയങ്കര ആയിട്ട് അവർ അപ്രീഷിയേറ്റ് ചെയ്യും. കാരണം അത് ആ സമയത്ത് അത് വേണം. ഇപ്പം നമ്മളാണെങ്കിൽ ഇപ്പം നമുക്കെല്ലാം മെഡിക്കലിലൊക്കെ അറിയാവുന്നവരാണെ പോലും ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. ടു ഗേവ് അപ്പ് എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. നമ്മുടെ പ്രിയപ്പെട്ടവര് അഥവാ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാതെ വരുമ്പോ, അപ്പൊ ഫാമിലിക്ക് ഡിസിഷൻ എടുക്കാൻ വരുമ്പോ പല കുട്ടികളുണ്ട്. മോൻ ഒരു കാര്യം പറയും, മോളൊരു കാര്യം പറയും. അപ്പം എല്ലാം കൂടെ ആകുമ്പോൾ നമ്മൾക്കൊരു മീറ്റിംഗ് നടത്തി. കാരണം ഞാനും കാർഡിയാക്കിൽ ഫ്ലോറിൽ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ കടന്നു പോയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ആ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വരും. ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസിയുള്ള കാര്യമല്ല. അങ്ങനെ എന്തെങ്കിലും ഒത്തിരി പെയിൻഫുൾ ക്രിട്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ കടന്നു പോയിട്ടുണ്ട്? ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഫാമിലി തന്നെ ഒരു ക്ലാഷ് ഓഫ് ഐഡിയാസും സജഷൻസും തോട്ട്സും ഒക്കെ വരുമല്ലോ. അപ്പം ആ സമയത്ത് നമ്മളൊന്ന് മീഡിയേറ്റർ ആയിട്ട് അതുപോലെ നമ്മുടെ സോഷ്യൽ വർക്കർ തന്നെ വിടുക, അവരും ഒന്ന് ഹെൽപ്പ് ചെയ്യുക. പിന്നെ നമ്മുടെ ആ ഒരു എന്താ പറഞ്ഞ ഒരു പ്രസൻസും ആ ഒരു അവരുടെ ഡീലിങ്ങും കാര്യങ്ങളും കെയറും ഒക്കെ അതൊക്കെ മേക്ക് എ ബിഗ് ഡിഫറൻസ്. നമ്മൾ എപ്പോഴും ആ ഒരു ഒരു എമ്പതി ആൻഡ് സിമ്പതി ഉള്ള ഒരു കെയറും കാര്യങ്ങളും ഒക്കെ ഹോസ്പിറ്റൽസ് വെരി മച്ച് അപ്രീഷിയേറ്റഡ് ആൻഡ് ഇറ്റ്സ് നെസസറി. അത് ഐ എം സോ താങ്ക്ഫുൾ. നേഴ്സിംഗിൽ വളരെ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ സിസ്റ്റേഴ്സിൻ്റെ കൂടെയാണ് പഠിച്ചത്, നൺസ്. അവർ ഞങ്ങളോട് പറയുന്ന ഒരു പ്രധാന കാര്യമായിരുന്നു, എപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു രോഗി വരുമ്പം എപ്പോഴും വിചാരിക്കണം, ഒന്നുകിൽ നമ്മളാണ് ആ രോഗി അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പറാണ്. അപ്പം ആ അവസരത്തിൽ നമ്മുടെ ഫാമിലി മെമ്പറിന് അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് കെയറാണ് ആഗ്രഹിക്കുന്നത്, ആ കെയറാണ് നമ്മുടെ രോഗികൾക്ക് കൊടുക്കേണ്ടത്. ഇപ്പം നമ്മൾ ഡോക്ടർ അഞ്ജുവിൽ നിന്ന് കേട്ടു, ഹോം ഹെൽത്തിലെയും ഹോസ്പിറ്റലിലെയും രോഗികളെ എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യുന്നത്. അതൊരു പാഷനായിട്ട് എടുത്ത് തനിക്കും മറ്റുള്ളവർക്കും പ്രയോജനമാകുന്ന രീതിയിൽ എത്ര ചാരിറ്റി വർക്കുകളാണ് നടത്തുന്നത്. അപ്പം ഡോക്ടർ അഞ്ജുവിനെ പറ്റി പറയുമ്പോൾ ഇത് മാത്രമല്ല, മറ്റ് പല കാര്യങ്ങളിലും, അതായത് നേഴ്സിംഗ് എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ ആ നേഴ്സിംഗ് സ്കൂളിൽ തന്നെ നമ്മൾക്ക് കിട്ടുന്ന ആ എക്സ്പോഷർ എന്ന് പറയുന്നത് നമ്മളെ നല്ല സ്ട്രോങ് ആക്കും, സ്റ്റബേൺ ആക്കും. ജീവിതത്തിൽ എന്ത് വന്നാലും അതെല്ലാം ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രോങ് പേഴ്സണായിട്ട് മാറ്റാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിൽ പലരും ഇതൊക്കെ വേണ്ട വിധം ഉപയോഗിക്കത്തില്ല. പക്ഷേ ഡോക്ടർ അഞ്ജുവിനെ പറ്റി പറയുമ്പോൾ തനിക്ക് കിട്ടിയ, അതായത് അമേരിക്കയിലെത്തി, ഹസ്ബൻഡ് ത്രൂവിൽ ഇവിടെ എത്തി, ഹസ്ബൻഡിൻ്റെ ഹെൽപ്പോടും സപ്പോർട്ടും കൂടെ ഇത്രത്തോളം പഠിച്ച് ഇവിടം വരെ എത്തി. എല്ലാവരും പറയും ഓരോ ആണിൻ്റെയും പുറകിലൊരു പെണ്ണുണ്ടെന്ന്. പക്ഷേ ഇവിടെ ഡോക്ടർ അഞ്ജുവിനെ ഇവിടം വരെ എത്തിക്കാനായിട്ട് ഹസ്ബൻഡ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത്. അപ്പം ഇവിടെ ഈ ഹോം ഹെൽത്ത് ഹോസ്പീസും അല്ലാതെ മറ്റെന്തെല്ലാം സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ ഡോക്ടർ അഞ്ജു ഇൻവോൾവ് ആണ്? ഞാൻ 2004 അമേരിക്കയിൽ ഏഷ്യാനെറ്റ് ആദ്യമായിട്ട് തുടങ്ങി. അപ്പോൾ ഏഷ്യാനെറ്റ് US റൗണ്ടപ്പ് എന്നും പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ന്യൂസ് റീഡൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഓൾവേസ് ഒത്തിരി ആങ്കറിങ് ഒക്കെ സ്റ്റിൽ ഡൂയിങ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ജർമ്മനി ബേസ്ഡ് ഒരു ചാനലുണ്ട്, അതിനകത്തും ന്യൂസ് റീഡിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ലയൺസ് ക്ലബിൻ്റെ പ്രസിഡൻ്റാണ് ഫോർ ദ ലാസ്റ്റ് 2 years. അതായിട്ട് അങ്ങനെ സേവനം അനുഷ്ഠിക്കുന്ന ലയൺസ് ക്ലബ് അറിയാമല്ലോ, ഒരുപാട് ചാരിറ്റി വർക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അതാണ് എന്നെ ഞങ്ങളെ കൂടുതലും അതിനകത്തോട്ട് അട്രാക്ട് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഇപ്പം ഐ എം സർവിങ് ആസ് ദ പ്രസിഡന്റ് ഫോർ ദ ലാസ്റ്റ് 2 years. ഓക്കെ. അപ്പോൾ എൻ്റെ ലയൺസ് ക്ലബിനെ പോലുള്ള അറിവ് വളരെ പരിമിതമാണ്. ഒരുപക്ഷെ എൻ്റെ ഓഡിയൻസിനും അതേപ്പറ്റി കുറച്ചും കൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതിൻ്റെ മെമ്പർഷിപ്പ് എങ്ങനെയാണ്, അതിൻ്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ആരൊക്കെയാണ് മെമ്പേഴ്സ്, അങ്ങനെയൊക്കെ. തീർച്ചയായിട്ടും നാട്ടിലൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ അഞ്ജു അതിൻ്റെ മെമ്പറാണെന്ന് എനിക്കറിയാം, എനിക്കറിയാവുന്ന പലരും അതിൻ്റെ മെമ്പേഴ്സാണെന്ന് എനിക്കറിയാം. അപ്പം എനിക്കതേപ്പറ്റി ഒന്ന് കുറച്ച്. തീർച്ചയായിട്ടും നമ്മൾ ലയൺസ് ക്ലബിൽ മെമ്പർഷിപ്പ് എടുക്കുന്നതിന് നമ്മൾ മെയിൻലി ലയൺസ് ക്ലബ് ഈസ് ചാരിറ്റി ബേസ്ഡ് ഒരു ക്ലബ്ബാണ്. അപ്പോൾ നമ്മൾ ഇന്റർനാഷണലിയും ഉള്ള ഒരു കണക്ഷൻ ഉള്ള ഒരു ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ആ ഒരു സെറ്റപ്പാണ് ഉള്ളത്. അപ്പം മെമ്പർഷിപ്പ് നമുക്ക് എടുക്കുന്നതിന് 3 ചാരിറ്റീസ് നമ്മൾ ചാരിറ്റി ചെയ്യണം. അതുപോലെ തന്നെ
പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്മുടെ അഡ്വൈസർ ബോർഡിൽ പ്രസൻറ്റ് ചെയ്തിട്ട് ബോർഡ് അതിനെ ഇവാലുവേറ്റ് ചെയ്ത് ആ രീതിയിലൊക്കെയാണ് നമ്മൾ അങ്ങനെ ഒരു പ്രൊസീജിയറും പ്രോസസ്സും ഗോ ത്രൂ ചെയ്തിട്ടാണ് നമ്മൾ ഫൈനലി അപ്രൂവ് ചെയ്യുന്നത് ആ ഒരു ആപ്ലിക്കേഷൻ. പിന്നെ അത് കഴിയുമ്പോൾ ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇൻഡക്ഷനും ആ രീതിയിലോട്ട് പോകുന്നത്. ഇപ്പം ഞാൻ പ്രസിഡൻ്റായിട്ടുള്ളത് എർവിങ് DFW ഇന്ത്യൻ ലയൺസ് ക്ലബ് എന്ന് പറഞ്ഞ ആ ക്ലബിലാണ് ഞാൻ ഇതുള്ളത്. അപ്പോൾ പിന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ പറഞ്ഞ പോലെ കിഡ്സിനൊക്കെ ആണെങ്കിലും ഒത്തിരി കോമ്പറ്റീഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഹാൻഡിക്യാപ്ഡ് കിഡ്സിന് വേണ്ടിയുള്ള സോ മച്ച് ഈസ് ഗോയിങ് ഓൺ ഡൂയിങ്. നമ്മളിപ്പോൾ ഡോക്ടർ അഞ്ജുവിൻ്റെ ലയൺസ് ക്ലബിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി കേട്ട് അതിൽ മാത്രം ഒതുങ്ങുന്നില്ല, ഇനി മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് നമ്മൾക്ക് കേൾക്കാം. ഓക്കെ, ഞാൻ ലയൺസ് ക്ലബിൻ്റെ പ്രസിഡൻ്റാണ്, ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് ടെക്സസ്. അതിൻ്റെ പല പൊസിഷൻസ് എടുത്തിട്ടുണ്ട്. ഇപ്പം മെമ്പറായിട്ട് സെർവ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ മർത്തോമ ചർച്ച് ഓഫ് ഡാലസ് ഫാർമേഴ്സ് ബ്രാഞ്ച് മർത്തോമ ചർച്ചിൻ്റെ മെമ്പർ കൂടിയാണ്. അപ്പം ചർച്ചിലാണെങ്കിലും പല പൊസിഷൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ വിമൻസ് വിങ്ങായ സേവികാ സംഘത്തിൻ്റെ ഡയസിഷൻ ലെവലിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. 2022 ഉള്ള കോൺഫറൻസിൽ സെക്രട്ടറി ആയിട്ടിരിക്കുകയും അത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കോൺഫറൻസൊക്കെ നടത്താൻ ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെ പല മേഖലകളിൽ കമ്മ്യൂണിറ്റി സർവീസും അങ്ങനെ കമ്മ്യൂണിറ്റിയെ സെർവ് ചെയ്യുന്നതിനും ഒക്കെയുള്ള ഒരു അവസരങ്ങൾ ഇവിടെ വന്നു. ഇത്രയും ഫാമിലിയുടെ ബിഗ് സപ്പോർട്ടോടുകൂടി അഗെയിൻ ഐ ഹാവ് ടു സേ ദാറ്റ് എനിക്ക് ചെയ്യാൻ സാധിച്ചു, സ്റ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം അതിനൊക്കെ എല്ലാവരോടുള്ള നന്ദി. അത് നമ്മളെപ്പോഴും അത് വിചാരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ നേഴ്സിംഗ് ലൈസൻസ് എന്ന് പറയുന്നത് അതിനൊരു പവറുണ്ട്. നമ്മുടെ നേഴ്സിംഗ് എഡ്യൂക്കേഷന് അതിൻ്റേതൊരു പവറുണ്ട്. അത് നമുക്ക് ആ കിട്ടിയ ട്രെയിനിങ് വഴി നമ്മളെ സ്ട്രോങ് ആക്കുവാണ്, കംപ്ലീറ്റ്ലി മോൾഡ് ചെയ്യുവാണ്. ഏത് സിറ്റുവേഷനിലും ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള അത് നമ്മൾക്ക് കിട്ടുന്ന നമ്മുടെ നേഴ്സിംഗ് എഡ്യൂക്കേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എവിടെയാണ് നേഴ്സിംഗ് പഠിച്ചത്? ഞാൻ നേഴ്സിംഗ് പഠിച്ചത് ഞാൻ ഇനിഷ്യലി എന്തിനു പോകണമെന്നൊരു ഊഹമില്ലാതിരുന്ന അല്ല, ഞാൻ ചെറുപ്പകാലത്തിൽ ആരാകണമെന്നായിരുന്നു ആഗ്രഹം. എനിക്ക് കുഞ്ഞിലെ അല്ലെങ്കിൽ പഠിച്ചു വന്ന ഒരു സമയത്ത് ടീച്ചറാണോന്നായിരുന്നു ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ സമ്മർ വെക്കേഷനൊക്കെ 2-3 മാസം അവധിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ടീച്ചർ എന്നുള്ള കാര്യമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ നേഴ്സിംഗ് അങ്ങനെ എൻ്റെ സിസ്റ്റേഴ്സൊക്കെ നേഴ്സാണ്, പക്ഷെ നേഴ്സിംഗ് ഒരു പ്രൊഫഷന് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല, ടീച്ചിങ് ആയിരുന്നു മനസ്സിലിരുന്നത്. അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് പ്രീ ഡിഗ്രി ആണല്ലോ. അപ്പോൾ പ്രീ ഡിഗ്രിയുടെ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ എന്തോ പെട്ടെന്നൊരു തോന്നൽ അങ്ങ് വന്നു. അപ്പം അങ്ങനെ അങ്ങ് അപ്ലൈ ചെയ്തു. നാട്ടിലെവിടാ വീട്? എൻ്റെ വീട് എടുത്തുപോയില്ല, തിരുവല്ലയിലൊക്കെ. അത് തന്നെ കുട്ടനാട് ഒരു പ്രദേശമാണ്. എടുത്തോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രാമം, വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ സെന്റ് ലൂഷ്യസ് എന്ന് പറഞ്ഞ അവിടുത്തെ കോളേജിൽ തന്നെ പഠിച്ചത്. പിന്നെ നേഴ്സിംഗ് പറഞ്ഞ പോലെ അപ്പോൾ ഫൈനലി അങ്ങനെ ഒരു തോട്ട് വന്നപ്പോഴത്തേന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ പലയിടത്ത് അപ്ലൈ ചെയ്യാനുള്ള ഒരു സാവകാശമില്ല. അപ്പം ഒത്തിരി ഷോർട്ട് ടൈം ആയപ്പോൾ പിന്നെ സേലത്ത് ഒരു കോളേജിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് ഉടനെ തന്നെ കല്യാണം കഴിഞ്ഞ് വിതിൻ ലിൽ ഓവർ എ ഇയർ ഇങ്ങ് വരികയും ചെയ്തു. അപ്പൊ അമേരിക്കൻ സിറ്റിസനെ കല്യാണം കഴിച്ചു. അപ്പൊ ഇങ്ങോട്ട് വരാൻ പറ്റി. എന്നിട്ട് ഇവിടെ വന്ന് പഠിച്ചു, ഈ നിലയിലെത്തി. അങ്ങനെയാണ്. ഇപ്പോൾ ഹസ്ബൻഡും 2 കുട്ടികളും ആണ്. അപ്പം സന്തോഷമായിട്ടും സുഖമായിട്ടും പോകുന്നു. ഇങ്ങനെ ഇപ്പം കടന്നുപോയ ഓരോ വഴികളിലും വെച്ച് നോക്കുമ്പം നമ്മുടെ നാട്ടിലെ നമ്മുടെ ജീവിതം, അമേരിക്കയിലെ ജീവിതം, ഇപ്പോൾ ഈ ബിസിനസ് ഓണറായിട്ടുള്ള ഈ ഫേസ്, ഇതിൽ ഏറ്റവും എൻജോയ് ചെയ്യുന്ന എന്താണ്? ഏത് സ്റ്റാറ്റസ് ആണ് ഏറ്റവും എൻജോയ് ചെയ്യുന്നത്? ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്നത് എൻ്റെ ഫാമിലി തന്നെ, എൻ്റെ ഹസ്ബൻഡും എൻ്റെ പിള്ളേരും. ദാറ്റ്സ് മൈ വേൾഡ്. ഏറ്റവും എൻജോയ് ചെയ്യുന്നത് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന സമയം തന്നെ. പിന്നെ ബിസിനസ് ഓൾവേസ് നമ്മുടെ ഒരു പാഷനും ഉണ്ട്. പിന്നെ നമ്മുടെ ജീവിതമാർഗമാണത്. അപ്പോൾ പിന്നെ സെർവിങ് ടു കമ്മ്യൂണിറ്റി, ഇതെല്ലാം നമ്മൾ കൗണ്ട് ചെയ്യുമ്പം അതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ സ്പെൻഡിങ് ചർച്ചിലെ കാര്യങ്ങൾ, അപ്പം അങ്ങനെയൊക്കെയുള്ള. പിന്നെ പറഞ്ഞ പോലെ അഗെയിൻ ലയൺസ് ക്ലബ് എല്ലാത്തിലും താല്പര്യമുണ്ട്. പക്ഷെ മോസ്റ്റ് ഐ ലവ് ടു ബി വിത്ത് മൈ ഫാമിലി. ദാറ്റ്സ് മൈ വേൾഡ്. ഓക്കെ, നമുക്കെല്ലാവരുടെയും ആഗ്രഹം അതാണ്. ഇപ്പം നേഴ്സസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഷിഫ്റ്റ് ഡ്യൂട്ടി ചെയ്യണം. അത് ആ ഒരു സമയത്ത് അത് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പം എനിക്ക് പഠിച്ചു വരുന്ന നേഴ്സസിനോട് പറയാനായിട്ട് എന്തെങ്കിലും ഒരു
അവരോട് ഭാവിയെ പറ്റി എന്താണ് പഠിച്ചു വരുന്ന ഇപ്പൊ ഒരു നഴ്സിംഗ് ഫീൽഡിലുള്ള ഒരു കുട്ടിയോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു ആ ലൈസൻസിന്റെ വാല്യൂ ഭയങ്കര ഇമ്മൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ജസ്റ്റ് RN ലൈസൻസിൽ സ്റ്റോപ്പ് ചെയ്യുക, അവിടെ സ്റ്റോപ്പ് ചെയ്യാതെ ഒത്തിരി ഹയർ ഡോക്ടറേറ്റ് വരെ നമുക്ക് എടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. CRN, NP, ഡിഫറെൻറ്റ് ബ്രാഞ്ചസിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ ആ ഒരു RN ലൈസൻസ് കൊണ്ട് അവിടെ ഒരു ജസ്റ്റ് ഒരു 7 to 7 ജോലി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജോലിയിൽ നിൽക്കാതെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഉണ്ട്. നമുക്കുള്ള കഴിവിനെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഈ അമേരിക്കയിലുണ്ട്. സോ വി ഹാവ് ടു മേക്ക് യൂസ് ഓഫ് ദാറ്റ്. അപ്പം യങ്സ്റ്റേഴ്സിന് ന്യൂ നേഴ്സസിനോട് ഞാൻ പറയാനുള്ളത്, ഓൾവേസ് നമ്മൾ പഠിക്കുന്നത് ഒരിക്കലും ഒരു നഷ്ടമല്ല. അതുകൊണ്ട് ഏത് പ്രൊഫഷനിലാണെന്ന് പറഞ്ഞാൽ, ഏത് ഫീൽഡിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ, എഡ്യൂക്കേഷൻ ഓൾവേസ് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ വാല്യൂ. അതുകൊണ്ട് നമുക്ക് എവിടെ ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും പഠിക്കാനായിട്ട് ഒരു മടിയും കാണിക്കല്ല, ഗോ ഫോർ ഇറ്റ്. അതെ, അതാണ് നേഴ്സിംഗ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾക്ക് പഠിച്ചു വരുന്ന സമയത്ത് യങ്ങായിട്ടിരിക്കുമ്പോൾ ബെഡ് സൈഡിൽ നമുക്ക് ഓടി നടന്ന് ജോലിയൊക്കെ ചെയ്യാം. എന്നും അത് ചെയ്യുന്നവരെ ഞാൻ കുറ്റപ്പെടുത്തുമല്ല. പക്ഷേ നമ്മുടെ ലൈസൻസ് വെച്ച് അവിടെ ഒരു RNൽ തന്നെ നിൽക്കാതെ, അമേരിക്ക ഈസ് എ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി. പഠിക്കുക, സമയങ്ങളും അവസരങ്ങളും വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക. പിന്നെ എല്ലാത്തിനും ഉപരിയാണ് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത്. നമ്മൾ നേഴ്സസ് ആണ് എന്ന് വിചാരിച്ച് എല്ലായ്പ്പോഴും ഷിഫ്റ്റ് ഡ്യൂട്ടിയും നൈറ്റ് ഡ്യൂട്ടിയും ചെയ്യണമെന്നില്ല. അതിൽ നിന്ന് ഒരു മോചനം, അത് നമ്മുടെ ഒരു പാഷനും കൂടെ ആകുമ്പോൾ അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലേ നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന അവസരം പ്രയോജനപ്പെടുത്തി പഠിച്ച് ഉയരുക. കോൺക്വർ ദ മെഡിക്കൽ ഫീൽഡ്. എക്സാക്ട്ലി. അതിൻ്റെ അതായത് നേഴ്സിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈസ് ആൻ അൺലിമിറ്റഡ്. അപ്പം ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, നോൾക്ക് നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ നാട്ടിൽ നേഴ്സിംഗ് പഠിക്കുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഒരു ബിസിനസ് ഫീൽഡിൽ ഒരു നേഴ്സിന് എത്താൻ പറ്റുമെന്ന്. അപ്പം അതെ, നേഴ്സസ്, നിങ്ങൾ നൈറ്റ് ഡ്യൂട്ടിയും ഷിഫ്റ്റ് ഡ്യൂട്ടിയും ചെയ്ത് ജീവിതം മൊത്തം അത് തന്നെ ചെയ്ത്, അങ്ങനെ പാഷനുള്ളവരോട് ഞാൻ എതിരല്ല. പക്ഷെ പലപ്പോഴും പലരും ഒരു കുറച്ച് പ്രായം കൂടെ കഴിയുമ്പോൾ നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം കുടുംബത്തോട് സമയം സ്പെൻഡ് ചെയ്യണം. ഒരു ക്രിസ്മസ് ആണ്, ഈസ്റ്റർ ആണ്, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ആ ആഘോഷങ്ങളെല്ലാം കുടുംബത്തോട് ആഘോഷിക്കണം. അതോടൊപ്പം തന്നെ ജോലിയും ചെയ്യണം. അങ്ങനെയുള്ളപ്പോൾ നേഴ്സിംഗ് ലൈസൻസിൻ്റെ ആ വാല്യൂ മനസ്സിലാക്കി അതിൽ ആ ലൈസൻസ് വാല്യൂ കൊണ്ട് നമ്മൾക്ക് എവിടെയെല്ലാം എത്താം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഡോക്ടർ അഞ്ജു. ഡോക്ടർ അഞ്ജുവിന് എന്താണ് ഇനി വരുന്ന നമ്മുടെ ഇപ്പം അറിയാമല്ലോ, ഹോം ഹെൽത്ത് ഉണ്ട്, ഹോസ്പീസ് ഉണ്ട്, മെഡിക്കൽ ഫീൽഡിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്. അപ്പം ഇനിയുള്ള നമ്മുടെ കമ്മ്യൂണിറ്റിയോട് എന്താണ് പറയാനായിട്ടുള്ളത്? ഇപ്പം ഞങ്ങളിപ്പോൾ ഹോസ്പീസ്, ഹോം ഹെൽത്ത് ഒക്കെ ചെയ്യുന്നു. ഇപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ്, ഇപ്പം പേഷ്യൻസിനാണെങ്കിലും ന്യൂ ഏജൻസികൾ തുടങ്ങേണ്ടവരാണെങ്കിൽ, എനി ക്വസ്റ്റ്യൻസ്, ഇഫ് യു നീഡ് എനി സപ്പോർട്ട്, ഈവൻ പഠിക്കുന്നതിനാണെങ്കിലും, what I know I can help you with. So for any support or any concerns or questions, please, you can feel free to call me or communicate with Jaya. So anytime. വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഈ കുറഞ്ഞ സമയത്ത് തന്നെ എന്നെയാണെങ്കിലും ഫുൾ ഇൻസ്പിറേഷൻ കൊണ്ട് അങ്ങ് നിറച്ച് ഇനിയും പഠിക്കൂ എന്ന് പറഞ്ഞ്, അത് എഡ്യൂക്കേഷൻ ഒരു ലിമിറ്റ് ഇല്ല. എപ്പോഴും ആർക്കും എപ്പോഴും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും വിചാരിക്കും ഇതൊന്നും പോസിബിൾ അല്ലെന്ന്. പക്ഷെ ഇമ്പോസിബിളിനെ പോസിബിൾ ആക്കാൻ നമ്മൾക്ക് സാധിക്കും. അത് നമ്മളോടൊപ്പം നമ്മുടെ ഫാമിലിയും കൂടെ ഉള്ളപ്പം അത് ഇരട്ടി മധുരമായിരിക്കും. കാരണം നമ്മളെപ്പോഴും ഓർക്കുക, നമ്മൾ ഈ ചെയ്യുന്നതിനെല്ലാത്തിനും അതിൻ്റെ പ്രതിഫലം നമ്മൾക്ക് മാത്രമല്ല നമ്മുടെ കമ്മ്യൂണിറ്റിക്കും. ആഫ്റ്റർ ഓൾ ഇറ്റ് കം ബാക്ക് ടു അവർ ഫാമിലി ടു. അപ്പം നിങ്ങളെല്ലാവരും കിട്ടുന്ന അവസരം പ്രയോജനപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഹോം ഹെൽത്തിനെ പറ്റിയോ ഹോസ്പീസിനെ പറ്റിയോ തുടങ്ങാനുള്ളവരോ അല്ല, ഇനി പഠിക്കുന്നവരാണെങ്കിലും അതേപ്പറ്റി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിനെല്ലാം ആൻസർ ചെയ്യുന്നതായിരിക്കും. ഇത്രയും സമയം തന്നതിനായിട്ട് ഒത്തിരി നന്ദി. താങ്ക് യു. ഇറ്റ്സ് എ പ്ലഷർ. അതുപോലെ തന്നെ ഞാൻ വളരെ അഭിമാനത്തോടെയാണ് പറയുന്നത്, ഒരു നേഴ്സിംഗിൽ നിന്ന് ഇത്രയും വരെ എത്തിയതിൽ താങ്ക് യു. താങ്ക് യു ജയ സോ മച്ച് ഫോർ അറ്റ്ലീസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ടുള്ള ഒരു തോട്ടും ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്യാനൊക്കെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റിക്കും ഈ ഒരു സമയത്തിനും വളരെ നന്ദിയുണ്ട്. താങ്ക് യു സോ വെരി മച്ച്.
വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ഗോഡ് ബ്ലെസ്. ഓക്കെ, താങ്ക് യു.